തവനൂര് മണ്ഡലത്തിലെ തിരുനാവായയും തവനൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം സ്ഥലം MLA KT ജലീലിന്റെ വികസന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എന്നൊക്കെ നിലയിൽ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു എന്ന് മനസ്സിലാക്കും. ആ പാലത്തിന്റെ അലൈൻമെന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പൊ വേറെ നമ്മൾ ഈ സ്ഥലത്ത് വരാതെ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ ചരിത്രപരമോ പൗരാണികമോ ആയ പ്രാധാന്യം ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ സാധാരണഗതിയിൽ ഒരു മിനിമം എഞ്ചിനീയറിംഗ് പ്രാഗൽഭ്യമുള്ള ഒരാൾ ആ പാലത്തിന്റെ അലൈൻമെന്റ് ശ്രദ്ധിച്ചാൽ അറിയാം എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു അലൈൻമെന്റ് എടുത്തത് എന്നുള്ളത്. വളരെ കൃത്യമായി ഇതിലും കുറഞ്ഞ ദൂരത്ത് ഒട്ടും വളവില്ലാതെ പാലം നിർമ്മിക്കാമെന്നിരിക്കെ വളരെ ബുദ്ധിമുട്ടി പാലം വളച്ചു കൊണ്ടുപോയി. ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ തീർത്ഥസ്ഥാനത്തെ അതിനെ അലങ്കോലപ്പെടുത്തുക. അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി കേരള ഗാന്ധി കേളപ്പജിയുടെ മുഴുവൻ സ്മരണയും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക തുടങ്ങിയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ആ പാലത്തിന്റെ പണിയുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം ഏറെക്കുറെ ആ പാലത്തിന്റെ അടിയിൽപ്പെടും. അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം എന്തൊക്കെയാണോ അത് താൻ സാക്ഷാത്കരിച്ച മണ്ണ് എന്ന് പറയുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം അത് ഏറെക്കുറെ പകുതി പൊളിച്ചു കഴിഞ്ഞു. അതിന്റെ മധ്യഭാഗത്തുകൂടി ഈ റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കേളപ്പജിയുടെ സ്മരണ ഇവിടെ പാടില്ല എന്ന് തന്നെയാണ്. മലപ്പുറത്തിന്റെ മണ്ണില് ത്രിമൂർത്തികൾ വേണ്ട, കേളപ്പജി വേണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനം KT ജലീൽ എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനി കേവലം വാരിയംകുന്നൻ മാത്രം മതി എന്ന് KT ജലീൽ തീരുമാനിച്ചുറപ്പിച്ച മാതിരിയാണ്. കേളപ്പജിയെ മറന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനൊരു തലതിരിഞ്ഞ വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ദേശസ്നേഹികൾക്കോ ഒന്നും ഇതുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി വളരെ ആഴത്തിലുള്ള അറിവുള്ള ഭാരതത്തിന്റെ മെട്രോമാൻ ശ്രീധർജി ഇവിടെ സന്ദർശിക്കുകയും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ ആരാണ് ഇങ്ങനൊരു വിഡ്ഢിത്തം ചെയ്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ കൃത്യമായി ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ ഏറ്റവും നേരെ നടത്താവുന്ന വിധത്തിലുള്ള അലൈൻമെന്റ് അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വളഞ്ഞ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ജലീലിന്റെ ഈ വളഞ്ഞ ബുദ്ധി അത് സിമി ബുദ്ധിയാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ബുദ്ധി ഇവിടെ നടപ്പാവില്ല. അത് നടപ്പിലാക്കാൻ ദേശസ്നേഹികൾക്ക് സാധിക്കില്ല. നമുക്കറിയാം അങ്ങാടിപ്പുറം തളിക്ഷേത്രമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പാവപ്പെട്ട ഭക്തർക്ക് നേതൃത്വം കൊടുത്ത കേളപ്പജി അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപവും അദ്ദേഹത്തിന്റെ സമാധി സ്ഥലവും ഒക്കെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ തീർച്ചയായും ഇവിടുത്തെ ദേശസ്നേഹികൾക്കാവില്ല. ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന് അതിന്റേതായ പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏക ബ്രഹ്മക്ഷേത്രം, നാൻമുഖനായ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഈ ത്രിമൂർത്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമശിവന്റെ ഭൂമി. അപ്പൊ ആ പരമശിവന്റെയൊക്കെ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ തീർച്ചയായും അത് അതിന്റെ ഒരു ഉദ്ദേശം ആ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്ന് തന്നെയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ഈ അലൈൻമെന്റിൽ ഈ പാലം ഇവിടെ വരില്ല. അപ്പൊ ഇവിടുത്തെ അമ്മമാരടക്കമുള്ളവർ സംഘടിച്ചുകൊണ്ട് ഇതിവിടെ അനുവദിക്കില്ല എന്നൊരു പ്രതിജ്ഞയോടുകൂടി ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെയൊരു പാലം ഈ കേളപ്പജിയുടെ സ്മൃതിമണ്ഡപം തകർത്ത് ശിവക്ഷേത്രത്തെയും ബ്രഹ്മക്ഷേത്രത്തെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ, ഇവിടുത്തെ ബലിതർപ്പണത്തെ ബാധിക്കുന്ന വിധത്തിൽ ഒന്നും ഇങ്ങനെയൊരു പാലം ഇവിടെ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ കർമ്മരംഗത്ത് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ഈ വികാരം എന്ത് എന്ന് കേരളത്തിലെ ഭരണകൂടം മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾക്ക് എടുത്തു ചാടേണ്ടി വരില്ല. ആ ബുദ്ധി കേരള സർക്കാരിനുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. ഇത് കേവലം തിരുനാവായയുടെയോ അല്ലെങ്കിൽ തവനൂരിന്റെയോ മാത്രം ഒരു വിഷയമല്ല. ഒന്ന് നമുക്കറിയാം, കേളപ്പജി ഭാരതത്തിന്റെ ചരിത്ര പുരുഷനാണ്. ആ നിലയ്ക്ക് മാത്രമല്ല, ഈ ത്രിമൂർത്തി സംഗമം എന്നുള്ളത് കേരളത്തിന്റെ ഈ പ്രത്യേകത ഒരുപക്ഷെ എനിക്ക് ലോകം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകത. നാളെ ലോകത്തിന്റെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു മണ്ണാണിത്. അത്ര കൃത്യമായി ഒരു ട്രയാങ്കിളിനുള്ളിലാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഇവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും അതിന്റെ ഒരു ശക്തി ഇവിടെയുണ്ട്. ഇത് ആരോ പറഞ്ഞു കൊടുത്ത ആ ശക്തി നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ പാലത്തിന്റെ നിർമ്മാണത്തിനുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. ആ ശക്തി കട്ട് ചെയ്തുകൊണ്ട് പോവുക എന്നൊരു ദുരുദ്ദേശം ജലീലിന്റെ സിമി ബുദ്ധിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഇവിടെ വന്ന് നോക്കുന്ന ആർക്ക് മനസ്സിലാകാം. ആ ഒരു ട്രയാങ്കിൾ ഭേദിക്കുക, ആ മൂന്നിന്റെയും കൂടി ഒരു ട്രയാങ്കിൾ ഭേദിക്കുക, ഇത് നല്ലൊരു പൈതൃക സർക്യൂട്ടായി, ഒരു തീർത്ഥാടക സർക്യൂട്ടായി വികസിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കലും അങ്ങനെ വരരുത്. കാരണം മലപ്പുറത്തിന്റെ മണ്ണിൽ അത്തരം ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാകരുത്. നാളെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയാൽ അത് ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകൂർ തടവാണ് ഈ പാലം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരള സർവോദയ സംഘത്തിന്റെ, അതായത് കേളപ്പജിയുടെ സ്വപ്നമാണത്. അവിടെ ചെന്ന് കണ്ടാൽ കണ്ണീരോടുകൂടി ഒരാൾക്ക് കാണാൻ സാധിക്കുള്ളൂ. കേളപ്പജി ഉപയോഗിച്ചിരുന്ന കട്ടില്, കേളപ്പജി ഉപയോഗിച്ചിരുന്ന അവിടുത്തെ ചർക്ക, ആ കെട്ടിടം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പട്ടിപെറ്റ് അതവിടെ കാണുന്നു. ഒരു മടയുണ്ടാക്കി പട്ടിപെറ്റി കേളപ്പജി കിടന്നിരുന്ന മുറിയിൽ ആ കട്ടിലൊക്കെ തട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയാണ് ചരിത്രത്തോട് ഇത്രയും വലിയൊരു കൊടും പാപം ചെയ്യാൻ?
കേരള സർക്കാരിന് സാധിക്കുന്നത്. നമ്മൾ ഇതേ മലപ്പുറം ജില്ലയിലാണ് വാര്യംകുന്നിന് വേണ്ടി 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അദ്ദേഹത്തിന് സ്മാരകം കെട്ടാൻ വേണ്ടി നിർമ്മിച്ചത്. അതേ സമയത്ത് കേളപ്പജിയുടെ ഉള്ള സ്മാരകത്തെ സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്തില്ല. കേളപ്പജിയെ ചെയ്തില്ല എന്ന് മാത്രമല്ല, കേളപ്പജിയുടെ സന്തത സഹചാരിയും എല്ലാമായിരുന്ന പുന്നേക്കൽ കുട്ടിശങ്കരനാഥ് അദ്ദേഹത്തിന്റെ ഫോട്ടോ അവിടെ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ എന്താണ് ഈ നാടിന്റെ ചരിത്രം, എങ്ങനെയാണ് തലകീഴാക്കി നിർത്തുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ് അവിടെയൊക്കെ ചെന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. സർവോദയ മേള നടക്കുന്ന ഭൂമിയും അന്യാധീനപ്പെടുത്താൻ പോകുന്നു, മറ്റെന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സർവോദയം എന്ന ആ ഒരു ആശയത്തെ, കേളപ്പജിയെ, ത്രിമൂർത്തി സങ്കല്പത്തെ, സനാതനധർമ്മത്തെ, ദേശീയതയെ എല്ലാം ഈ മണ്ണിൽ നിന്ന് പറിച്ചു നട്ടേ മതിയാകൂ. ഇത് ഒരുപക്ഷെ ടിപ്പുവിന്റെ പടയോട്ടത്തെയും മാപ്പിളലഹളയെയും ഒക്കെ അതിജീവിച്ച് ബാക്കിയായി ഇത്തിരി സ്മാരകങ്ങളാണ്. അത് തകർക്കാനുള്ള പുത്തൻ പടയോട്ടം അതൊരിക്കലും ഈ മണ്ണിൽ അനുവദിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം.